ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും റോബിൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന വീഡിയോ ക്ലിക്സെൻസ് എന്ന് പറയുന്ന ഒരു പെയ്ഡ് വെബ്സൈറ്റിനെ പറ്റിയാണ്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ ഇന്നലെ വീഡിയോ ആക്കി യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയെക്കുറിച്ച് ഒരു അപ്ഡേറ്റ് ആണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതാദ്യം പോയി കാണുക, എന്നിട്ട് ഇത് വന്ന് കാണുക, എന്നാലേ മനസ്സിലാവുള്ളൂ. ഇത് ഫുൾ വീഡിയോ അല്ല, ഇത് ജസ്റ്റ് ഒരു അപ്ഡേറ്റ് മാത്രമാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയാതിരുന്ന 2-3 കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പേപ്പാൽ അക്കൗണ്ട് ഇല്ലെങ്കിലും ഈ വെബ്സൈറ്റുകാർ നിങ്ങൾക്ക് പേ ചെയ്യും. നിങ്ങൾ ഇന്ത്യയിലാണെങ്കിൽ നിങ്ങൾക്ക് ഹൗ വിൽ ഐ ഗെറ്റ് പെയ്ഡ് എന്ന് പറഞ്ഞ ഇതുമ്പോൾ ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ അകത്ത് 2-3-4 ഓപ്ഷനുകളുണ്ട്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ പേപ്പാൽ ചെയ്യാം. പേപ്പാൽ ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് നിങ്ങൾക്ക് ചെക്ക് പോലത്തെ ചെയ്യാം. അപ്പോൾ അല്ലെങ്കിൽ പേ ടു എന്ന് പറഞ്ഞാൽ അത് ചെയ്യാം. പക്ഷേ ഇത് ഫ്രീ ആണ്, പേ ടു എന്ന് പറഞ്ഞത്. അപ്പോൾ അത് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഫ്രീ ആയിട്ട് ചെയ്യാം. പേപ്പാൽ ആക്ച്വലി ഈസിയാണ്. നിങ്ങൾക്ക് പേപ്പാൽ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ഓക്കെ, അതായിരുന്നു ഒന്ന്. നിങ്ങൾക്ക് ചെക്കായിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടും നിങ്ങളുടെ പേരിൽ വേണമെങ്കിൽ. അതായത് പേപ്പാൽ തന്നെ വേണമെന്ന് നിർബന്ധമില്ല. പേപ്പാൽ ഇപ്പോൾ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ചെക്ക് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്തിട്ട് നിങ്ങളുടെ പേര് കൊടുത്താൽ നിങ്ങളുടെ പേരിലുള്ള ചെക്ക് നിങ്ങൾക്ക് കിട്ടും. അതൊന്ന്. പിന്നെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് പറഞ്ഞാൽ, എല്ലാ ആഡ്സുകൾ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാൻ അവൈലബിൾ ആയിട്ടുള്ളതിൻ്റെ അകത്ത് വിലകൾ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇന്നലെ കാണിച്ചില്ലായിരുന്നു. ഇവിടെ താഴത്ത് ഓരോ ആഡ്സുകളിലെയും ക്ലിക്ക് ചെയ്യുമ്പോൾ എത്രയാ എമൗണ്ട് എന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആ എമൗണ്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് വൺസ് നിങ്ങൾ ആ സാധനം ക്ലിക്ക് ചെയ്ത് വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇതിൽ ചില സംഭവങ്ങൾ 15 സെക്കൻഡിനുള്ളിൽ തീരണമെന്നുണ്ട്. അത് 15 സെക്കൻഡിനുള്ളിൽ ചെയ്താലേ നിങ്ങൾക്ക് അതിൻ്റെ എമൗണ്ട് കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ പരസ്യം എക്സ്പയർ ആയി പോകും. ഓക്കെ, പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളിത് ചെയ്യുമ്പോൾ വെളുപ്പിനെ ചെയ്യുക. വെളുപ്പിനെ 12 മണിക്കായിരിക്കും കൂടുതൽ ആഡ്സ് വരിക. അപ്പോൾ മാക്സിമം ആഡ്സ് കിട്ടാൻ വേണ്ടി 12 മണിക്ക് ചെയ്യുക. 12 മണി തൊട്ട് വെളുപ്പിനെ രാവിലെ ചെയ്യുക. ഓക്കെ, പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് 2-3 ആഡ്സ് ഒരുമിച്ച് ക്ലിക്ക് ചെയ്ത് വെരിഫൈ ചെയ്യാൻ പറ്റില്ല. കാര്യം എല്ലാ 15 സെക്കൻഡിലേ നിങ്ങൾക്ക് പുതിയ ആഡ്സ് ക്ലിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് അവരുദ്ദേശിക്കുന്നത് നിങ്ങൾ ആ ആഡ് 15 സെക്കൻഡെങ്കിലും ഫുൾ ഇരുന്ന് കാണണമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഈ ആഡ് ക്ലിക്ക് ചെയ്തത് 3-4 ടാബിലാക്കി ഇങ്ങനെ ഇട്ട് വെറുതെ ഇരിക്കാൻ പറ്റില്ല. നിങ്ങൾ ആ ടാബ് ഇങ്ങനെ ഓൺ ചെയ്ത് വ്യൂ ആക്കിയിട്ടാലേ അതിൽ സമയം ഓടുള്ളൂ. നിങ്ങൾ മാറ്റിയിട്ട് കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത് കാണണം എന്നുള്ളതാണ് കണ്ടത്. അപ്പോൾ അത് എററുമായിപ്പോയി നമ്മളങ്ങനെ ഇട്ടത് കൊണ്ട്. കുറേ നേരമായി ഞാനതങ്ങനെ ഇട്ടാണ്. അപ്പോൾ നിങ്ങൾ വൺസ് വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ ടൈം ഓടുന്നില്ല. ആ ടൈം ഓടുന്ന സമയത്ത് ആ ഫുൾ ടൈം നിങ്ങൾ ഈ ആഡിൻ്റെ പേജ് തന്നെ ഫ്രണ്ടിൽ വെച്ചാൽ ടൈം ഓടുള്ളൂ. നിങ്ങൾ മാറ്റിയാൽ നിങ്ങൾ പിന്നീട് ചെല്ലുമ്പോൾ അതേ ടൈമിൽ തന്നെ ആയിരിക്കും അതിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ടൈം കംപ്ലീറ്റ് ആ പേജിൽ തന്നെ വെക്കണം. അപ്പോൾ നിങ്ങൾ വല്ല സിനിമയൊക്കെ ലാപ്ടോപ്പിൽ കാണുന്ന നേരത്ത് ഇത് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതങ്ങനെ ചെയ്യാം. ഇത് ജസ്റ്റ് ഒരു അപ്ഡേറ്റ് മാത്രമാണ്. ഈ വെബ്സൈറ്റിൽ സൈനപ്പ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ തന്നെ പോസ്റ്റ് ചെയ്തേക്കാം. ഓക്കെ, താങ്ക് യു.